പൊക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ഒന്ന് സോപ്പിട്ട് കളയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്ന് പൊക്കി പറയുകയാണെങ്കിൽ അതൊന്നും ഇവർ കേൾക്കില്ല. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റു ചെവിയിലൂടെ തന്നെ. അതുപോലെ തന്നെ അച്ഛനെ ഭയങ്കര ബഹുമാനമായിരിക്കും. അച്ഛൻ്റെ ഒരു കാര്യം ഒക്കെ വരാൻ നേരത്ത് ഇവർ ഭയങ്കര ഒരു ബഹുമാനത്തോടു കൂടിയാണ് പണ്ട് മുതലേ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ. അതുപോലെ പെട്ടെന്നുള്ള ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് വരും. ഇപ്പം ആരെയും, അതായത് ആരുടെയും അങ്ങനെ മുഖം നോക്കിയിട്ടല്ല. സഹോദരങ്ങളായിട്ട് ഇവർ ഭയങ്കര സ്നേഹമാണ്. അവർക്ക് എന്തെങ്കിലും പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് ചെയ്തു കൊടുക്കും. നമസ്കാരം, എല്ലാവർക്കും മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മകം നക്ഷത്രത്തിൻ്റെ മെയ് ജൂൺ മാസഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ആ മെയ് ജൂൺ മാസഫലം പറയുന്നതിന് മുമ്പായി തന്നെ അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി തന്നെ പറയുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ ഗുണഗണങ്ങളിലേക്ക് തന്നെ പോകാം. മകം നക്ഷത്രത്തിൽ പിറന്നവരൊക്കെ ഭയങ്കര സൗമ്യമായിട്ടുള്ളൊരു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അവർ ബുദ്ധിശക്തിയിലും ആത്മാർത്ഥതയിലും ഒക്കെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ പെട്ടെന്നൊന്നും നമ്മൾ പറഞ്ഞ് കീഴ്പ്പെടുത്താനോ കാര്യമൊന്നും ആവില്ല. അവർ നല്ല ബുദ്ധി പ്രയോഗിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈശ്വര ചിന്തയിലും ഭയഭക്തിയിലും കാര്യത്തിലൊക്കെ അവർ മുൻപന്തിയിൽ തന്നെയാണ്. അതായത് അവർ ഈ പറഞ്ഞ ഭഗവാൻ അല്ലെങ്കിൽ അവരെ ഏത് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയാണോ അവർ വിശ്വസിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. എന്ന് പറഞ്ഞ് അന്ധവിശ്വാസികളും കാര്യങ്ങളൊന്നുമല്ല. എന്താണോ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം നടത്തിത്തരുന്ന കുഞ്ഞുനാൾ മുതലെയുള്ളൊരു ഭഗവാൻ അല്ല ഒരു ഭഗവതി ഏതുമായിക്കൊള്ളട്ടെ അതിൽ വിശ്വസിച്ച് പോകുന്നവരാണ്. അതുപോലെ ഇവരെ പൊക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെ ഒന്ന് സോപ്പിട്ട് കളയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്ന് പൊക്കി പറയുകയാണെങ്കിൽ അതൊന്നും ഇവർ കേൾക്കില്ല. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റു ചെവിയിലൂടെ തന്നെ വിടും. അതുപോലെ തന്നെ ഇപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊന്നും ഇവർ സൗഹൃദം സ്ഥാപിക്കുന്ന ആൾക്കാരല്ല. അതായത് അവർ അവരുടെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും. എന്ത് കാര്യത്തിലും അവർ സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും. അല്ലാതെ മറ്റുള്ളവരെ സോപ്പിട്ട് കാര്യം നേടുന്നതിനും അങ്ങനെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് മകം നക്ഷത്രക്കാർ. ഈ പറഞ്ഞ ജോലിയിലൊക്കെ അവർ 100% നീതി തന്നെ പുലർത്തുന്ന ആൾക്കാരാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അവർക്ക്, അതിലൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ അച്ഛനെ ഭയങ്കര ബഹുമാനമായിരിക്കും. അച്ഛൻ്റെ ഒരു കാര്യം ഒക്കെ വരാൻ നേരത്ത് ഇവർ ഭയങ്കര ഒരു ബഹുമാനത്തോടു കൂടിയാണ് പണ്ട് മുതലേ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ അകത്തൊന്നും ഒരു മാറ്റവും വരുത്തത്തില്ല. ഇവർ എപ്പോഴും അങ്ങനെയുള്ളൊരു ബഹുമാനം കാര്യങ്ങൾ ഒക്കെ അവർക്ക് അവരുടെ അച്ഛനെ അവർ കൊടുക്കും. അങ്ങനെയുള്ള കാര്യമുണ്ട്. പിന്നെ പെട്ടെന്നുള്ളൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഇവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വരാം. പെട്ടെന്നുള്ളൊരു തീരുമാനം, അതുപോലെ പെട്ടെന്നുള്ള ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് വരും. ഇപ്പം ആരെയും, അതായത് ആരുടെയും അങ്ങനെ മുഖം നോക്കിയിട്ടല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ അങ്ങ് നന്നായിട്ട് തന്നെ പറയും. കാരണം ഒരു കാര്യമായിരിക്കും. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ചുമ്മാ വഴക്കിടുന്ന ഒരു പ്രകൃതക്കാരല്ല ഈ മകം നക്ഷത്രത്തിൽ പിറന്നവർ. അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു അടുപ്പം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ അത് പറഞ്ഞ് റെഡിയാക്കും. അതുപോലെ ഭയങ്കര സ്നേഹമാണ്. എന്തെങ്കിലും പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇവർക്ക് യാതൊരു മടിയും കാര്യങ്ങളും ഇല്ല. അതാണ് സഹോദരങ്ങളുമായിട്ടുള്ളൊരു സ്നേഹം കൂടുതലാണ് മകം നക്ഷത്രക്കാർക്കെന്ന് പറയുന്നത്. മകം പിറന്ന മങ്കയായിക്കോട്ടെ അല്ലെങ്കിൽ മകം പിറന്ന മങ്കനായിക്കോട്ടെ, അങ്ങനെ വേണേലും പറയാം.
ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് മകം പിറന്ന മങ്ക എന്നാണ് കൂടുതലും പറയുന്നത്. അതിൻ്റെ ഒരു ഐശ്വര്യം കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ വളരെ ചിട്ടയോടുകൂടിയും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവർ അഹോരാത്രം വേണേലും ജോലി ചെയ്യും. അത്രയ്ക്കൊരു കഷ്ടപ്പാട് സഹിച്ച് അവർ വിജയത്തിലെത്താൻ വേണ്ടി ഭയങ്കരമായിട്ടൊരു കഠിന ശ്രമം നടത്തുന്നവർ കൂടിയാണ് ഈ പറഞ്ഞ മകം നക്ഷത്രക്കാർ. അതുപോലെ വളരെ വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ നല്ല ഇടപെടലുകളും അങ്ങനെയുള്ള ഒരാൾക്കാരുമായിട്ടൊക്കെ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സംസാരിക്കുന്നത് വളരെ കുറച്ചും പ്രവൃത്തികൾ ഭയങ്കര കൂടുതലും. മറ്റേ ഏതെങ്കിലും പടത്തിലൊക്കെ പറയൂലേ, സംസാരിക്കുന്നത് വളരെ കുറവാണേലും പ്രവൃത്തിയിൽ ഞാൻ മുന്നിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മകം നക്ഷത്രക്കാരുടെ കാര്യം. പൊതുവെ പറഞ്ഞാൽ വളരെ നല്ല സ്വഭാവവും കാര്യങ്ങളും ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ മകം നക്ഷത്രക്കാർ. മറ്റുള്ള അവിടെ ഇവിടെയൊക്കെ കാര്യമൊന്നും തിരക്കൊന്നും നടക്കുകയൊന്നുമില്ല. ഇവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമേ ഇവർ ശ്രമിക്കാറുള്ളൂ. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇവർ അത്യാവശ്യം ഇടപെടും. അതുപോലെ തന്നെ ദേഷ്യവും കാണും. ഇനി ഇവരുടെ മെയ് ജൂൺ മാസഫലത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. മെയ് ജൂൺ മാസ കാലഘട്ടത്തിൽ മകം നക്ഷത്രത്തിന് പൊതുവേ സാമ്പത്തികമായിട്ടൊരു നേട്ടം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. വളരെയധികം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അലസത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സാമ്പത്തികമായി നേട്ടം കൈവരിക്കുന്ന ഒരു മാസങ്ങൾ കൂടിയാണ് മെയ് ജൂൺ മാസ കാലഘട്ടം. അതുപോലെ നമ്മളെവിടെയെങ്കിലും കടങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ കുറച്ചൊക്കെ രോഗപീഠ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു മാറുന്ന ഒരു സമയം കൂടിയാണ്. വീട്ടിലെ പങ്കാളിയായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മനോവിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊന്ന് നല്ല രീതിയിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറി കുടുംബത്തിലൊരു ഐശ്വര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതിനുവേണ്ടി പ്രധാനമായിട്ട് ശിവപ്രീതി നമ്മൾ നേടുക. അതായത് മാസത്തിലൊരു 2 ശനിയാഴ്ചകളിലെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് ഒരു ജലധാര, ഒരു കൂവളത്തുമാലയൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിലൊരു ഐശ്വര്യം കൊണ്ടുവരാനും, അപ്പോൾ നമ്മൾ കാര്യങ്ങളിലൊക്കെ ഒരു ഉണർവ് വരും. അപ്പോൾ നമുക്ക് സംസാരിക്കാനും ഒക്കെ ഒരു ആക്റ്റീവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ കുറച്ച് അലസതയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ജോലി നേടാനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് പ്രമോഷനൊക്കെ ലഭിക്കുന്നതും കൂടിയുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടം. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടൊരു സമയമാണ്. കാരണം ഇപ്പോൾ വിവാഹം നടക്കാത്ത കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടം. അങ്ങനെയുള്ളൊരു ആലോചന കാര്യങ്ങളിലൊക്കെ ഇവരിലേക്ക് എത്തുകയും അത് ഫോർവേഡ് ചെയ്യാനും അതിൽ നിന്നൊരു നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടം. മകം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയൊക്കെ ജയിക്കുന്നതിനുള്ളൊരു സമയം കൂടിയാണ്. എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളുമായിട്ടൊരു വിരോധം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ വിരോധം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സംസാരിച്ച് തീരുന്നൊരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടം. അതുപോലെ ഗൃഹം നിർമ്മിക്കുന്നതിനും അതുപോലെ വീട്ടിൽ കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളും ഒന്ന് മോടി പിടിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക് മെയ് ജൂൺ മാസ കാലഘട്ടം. പൊതുവെ നല്ലൊരു മാസം അല്ലെങ്കിൽ മാസഫലം തന്നെയാണ് മകം നക്ഷത്രക്കാർക്ക് മെയ് ജൂൺ മാസ കാലഘട്ടം. എല്ലാ കാര്യങ്ങളിലും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടം മകം നക്ഷത്രക്കാർക്ക്. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വെട്ടിത്തുറന്നുള്ള ചില കാര്യങ്ങൾ ഇവർ ദേഷ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ഒന്ന് കുറയ്ക്കുക. കാര്യം ചിലർക്കൊന്നും അത് പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്കത് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു കഴിവ് അവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് ഇതിൻ്റെ കാര്യം ഇവർ ഫാക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പെട്ടെന്ന് ചൂടായി സംസാരിക്കുന്നത്
അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതായത് ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെട്ടി തുറന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ചിലപ്പം മോശമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യുക. ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കാനുള്ളൊരു സമയം കൂടിയാണ്. അതുവഴി മറ്റുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുന്നത്, ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ ജോലിയിലാണേലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലും ഒരു പ്രൊമോഷനിലും ഒക്കെ അവരുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് ഉയർന്ന തലത്തിലേക്ക് പോകാനായിട്ടൊക്കെ സാധിക്കും. അതുപോലെ പിണങ്ങി ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും പിണങ്ങിയിരിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് മോശമായിട്ടൊക്കെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മനോവിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ചിലപ്പോൾ നമ്മൾ കടം കൊടുത്തിട്ട് അവർ തിരിച്ചു തരാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കൊരു മോശമായിട്ട് അവർക്ക് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ കിട്ടാക്കടങ്ങൾ, അതായത് കടം കൊടുത്തിട്ട് കിട്ടാത്ത പൈസയൊക്കെ കിട്ടാനുള്ള യോഗം കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതുപോലെ തന്നെ വളരെ കാലങ്ങളായിട്ട് ലഭിക്കാൻ വേണ്ടി കാത്തിരുന്ന, അതായത് പഴയ മുത്തച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ വസ്തുവകകൾ വിറ്റ് കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന ഒരു ധനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മകം നക്ഷത്രക്കാർക്ക്. അതുപോലെ കേസരി യോഗവും ഗുരുകുജ പരിവർത്തനവും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും അതൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് മകം നക്ഷത്രത്തിന് മെയ് ജൂൺ മാസ കാലഘട്ടം. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകം നക്ഷത്രക്കാർക്ക്. മെയ് ജൂൺ മാസ കാലഘട്ടത്തിൽ അവർ കുറച്ചൊന്ന് അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വിജയത്തിലേക്ക് തന്നെ അത് വരുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ ശിവനെ ഒന്ന് പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയോടുകൂടി നടക്കും. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, അതായത് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇപ്പോഴത്തെ സമയം, അതുപോലെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പം എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജീവേഷ്.